ഇലക്ഷൻ റിസൾട്ടിന് മുമ്പും കൂടിയേറിയ ചർച്ചയായിരുന്നു ആരായിരിക്കും കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത്. മുഖ്യമന്ത്രി സീറ്റല്ല, മുഖ്യമന്ത്രി ബെഞ്ച് തന്നെ ഇട്ടുകൊടുക്കേണ്ടി വരും എന്നായിരുന്നു കമ്മികളുടെ വാദം. ഇനി ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചർച്ച നിങ്ങൾ ചെയ്തിരുന്നു. 10 വർഷം മുഖ്യമന്ത്രി കസാലയിലിരുന്ന ഒരു വ്യക്തി, സ്വന്തം മണ്ഡലത്തിൽ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനോട് 5-6 റൗണ്ട് കഴിയുമ്പോഴും പരാജയം അടുത്തിരുന്ന ഒരു വ്യക്തി, സാക്ഷാൽ പിണറായി വിജയൻ ആയിരിക്കുമോ നിങ്ങളെ പ്രതിപക്ഷ നേതാവ്? അതല്ലെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് നിങ്ങൾ കമ്മികൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ 34-35 സീറ്റോടുകൂടി ഒരു പ്രതിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഈ ഒരു ഗവൺമെന്റിനെ ജനങ്ങൾ എത്രമാത്രം വെറുത്തു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ ഒരു ഇലക്ഷൻ റിസൾട്ട്. പല സിറ്റിംഗ് സീറ്റുകളും CPM-ന്റെ കയ്യിൽ നിന്നും തട്ടിത്തെറിച്ചു പോയി. ഇനി വരാനുള്ളത് ക്യാപ്സൂളുകളുടെ കാലഘട്ടമാണ്. UDF ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ UDF വിജയിച്ചു, ജനം പരാജയപ്പെട്ടു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ക്യാപ്സൂളുകൾ വീങ്ങാനായിട്ട് അടിമക്കമ്മികൾ തയ്യാറായി നിൽക്കുന്നുണ്ടാകും. വിദേശത്ത് നിന്ന് പോലും PR വർക്കിന് കൊണ്ടുവന്ന പലരും അന്തം വിടുന്ന തരത്തിലാണ് ഈ ഒരു റിസൾട്ട് മുമ്പാകെ വന്നത്. സാക്ഷാൽ VD സതീശൻ എങ്ങനെയാണോ പറഞ്ഞൊതുക്കിയത് അതുപോലെ തന്നെ കേരള ജനത അയാൾക്ക് മുമ്പിൽ നീട്ടിക്കൊടുത്തു വെച്ചു എന്നാണ് പറയേണ്ടത്. വേങ്ങരയിലെ KM ഷാജിയും തിരൂരിലെ കുർക്കോളി സാഹിബും തവന്നൂരിലെ VS ജോയിയും പരാജയപ്പെടാനായിട്ട് മലപ്പുറത്ത് കടിഞ്ഞു പരിശ്രമിച്ച സഖാവ് കുട്ടികൾ എന്തായാലും മുണ്ടുമടക്കി ഓടിയിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റുകളെല്ലാം കയ്യിൽ നിന്നും പോയത് ഇപ്പോഴും ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പല മരമുറി ചാനലുകളും നേരത്തെ തന്നെ അടിച്ചുപൂട്ടി എന്നുള്ളതാണ് കേൾക്കാനും സാധിച്ചത്. പയ്യന്നൂരിലെ V ഉണ്ണികൃഷ്ണൻ സഖാവ്, തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ സഖാവ്, അമ്പലപ്പുഴയിലെ ഇവർ 3 പേരും മാത്രം മതി എത്രമാത്രം ജനം ഈ ഭരണത്തെ എതിർത്തിരുന്നു എന്ന് കണക്കാക്കപ്പെടാൻ. പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്, അനുയായിയാകാം, പക്ഷേ അടിമകളായി മാറരുത്.